ഹലോ ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ജാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ ജാമിൻ്റെ ഒരു ചെറിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ, പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ, അങ്ങനെ എന്ത് ആ സീസൺ അനുസരിച്ച് നമുക്ക് ഈ ജാമുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മാങ്ങ വെച്ചിട്ടുള്ളൊരു ജാമാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ജാമിനധികം കൂട്ടുകളൊന്നും വേണ്ട, കുറച്ച് കൂട്ടുണ്ടായാൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അത് നമ്മുടെ പഞ്ചസാരയുടെ അളവ് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഈ മാങ്ങ നമ്മൾ പഴുപ്പാക്കിയിട്ട് നമ്മൾ ഇളക്കിനോട് കൂടിയിട്ടാണ് നമുക്ക് ആ പഞ്ചസാരയുടെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനതിൽ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പഞ്ചസാര, പിന്നെ ഒരു ചെറിയ കറുവപ്പട്ട, ചെറിയൊരു മണം, ഒരു വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത്ര കൂട്ടണം നമുക്ക് ഈ മാങ്ങ ജാമിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങയുടെ തൊലി ചെത്തി കളഞ്ഞ് അതിൻ്റെ പഴുപ്പെടുത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി മാങ്ങയുടെ പഴുപ്പ് ഇതെടുത്തിട്ടുണ്ട്, പഴുപ്പ്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. മാങ്ങയുടെ പഴുപ്പ് നന്നായി അരഞ്ഞ് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ ജാം ഉണ്ടാക്കുന്നത് ഇത്തിരി കട്ടിയുള്ള പാത്രം വേണം, അടിയിൽ നല്ല കട്ടിയുള്ള പാത്രം വേണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ എത്തിച്ച് അതിലേക്ക് മാങ്ങയുടെ പഴുപ്പ് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ കറുവപ്പട്ട എടുത്ത് വെച്ചിട്ടില്ലേ, ആ ഒരു ചെറിയ കഷ്ണം ഇതിലിട്ട് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാങ്ങയുടെ പഴുപ്പൊന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ചൊന്ന് വേവട്ടെ, എന്നിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ അത് നന്നായി തിളച്ചു. ഇനി നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇപ്പോൾ ഇത് മുഴുവൻ ഇടുന്നില്ല, ഒരു 3/4 ഭാഗം ഇടണുള്ളൂ. മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഒന്നായിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മധുരം നമുക്ക് അറിയുള്ളൂ. ജാമിലാകുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ ഇത്തിരി മധുരം ഉണ്ടായത് നല്ലതാണ്, പക്ഷെ കണ്ടമാനം മധുരം വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കുറുതാവണം. അപ്പോൾ നമ്മൾ മധുരം ഒന്ന് നോക്കാം. മധുരം അത്ര മതി, മാങ്ങ നല്ല മധുരമുള്ള കാരണം ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ എടുത്ത് വെച്ച് പഞ്ചസാര ബാക്കിയില്ല, നീക്കി വയ്ക്കാം. ഇത് നന്നായി കുറുതാകുമ്പോൾ ഒന്നുകൂടി മധുരം നല്ലോണം ആയിട്ട്. ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ കൈമയ്ക്ക് തെറിക്കാണ്ട് സൂക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ചിടാം, അങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ നന്നായി ഇത് ഒരു തിക്കായിട്ട് വരണം. അപ്പോൾ അതുവരെ മാങ്ങി നന്നായി അതിൽ കിടന്ന് വെന്ത് നമ്മുടെ ജാമ് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ജാം ഏതാണ്ട് തിക്കായിട്ടുണ്ട്. ഇനി അത് ചൂടാറുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും. അപ്പോൾ നമുക്ക് ആ ചെറുനാരങ്ങയിൽ ഒഴിച്ച് ഇത് ഒന്ന് ഇളക്കി നിർത്താം. ഒന്ന് തിളച്ചോട്ടെ കേട്ടോ, എന്നിട്ട് നമുക്കത് തീ ഓഫാക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫാക്കി ഇതൊരു ചൂടാറാനായിട്ട് മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് ഇനി ചൂടാറാനായിട്ട് ഒഴിച്ച് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കറുവപ്പട്ടയില്ലേ അതെടുത്ത് കളയാട്ടോ, അതിൽ നിന്ന് ഇനി അതിൽ കിടക്കണ്ട. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ ജാമ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ ഇത് എളുപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ജാമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.